ഒരു ദുഃഖകരമായ വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. കടുത്ത ചൂടിൽ ഡൽഹിയിൽ മലയാളി പോലീസുകാരൻ സൂര്യാഘാതമേറ്റു മരിച്ചു. കോഴിക്കോട് വടകര സ്വദേശി കെ വിനേഷാണ് മരിച്ചത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മേഘ്ന മുരളി ചേരുന്നുണ്ട്. മേഘ്ന, എന്തൊക്കെയാണ് ആ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? രാജ്യതലസ്ഥാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കടുത്ത ചൂടിൽ ഒരു മലയാളി മരിച്ചു എന്നുള്ള ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. മലയാളി പോലീസുകാരൻ, ഡൽഹി പോലീസിൽ വർക്ക് ചെയ്യുന്ന മലയാളി പോലീസുകാരനായിട്ടുള്ള കെ ബിനീഷാണ് മരണപ്പെട്ടിട്ടുള്ളത്. കോഴിക്കോട് വടകര സ്വദേശിയാണ്. ഉത്തനഗർ ഹസ്തലാലിൽ താമസിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കെ ബിനീഷ്. അവിടെ നിന്ന് ഡൽഹിയിലെ അസിസ്റ്റന്റ് പോലീസ് സബ് ഇൻസ്പെക്ടറാണ്. വസീറാബാദ് പോലീസ് ട്രെയിനിങ് സെന്ററിൽ നടക്കുന്ന പ്രത്യേക ഈ ഒരു ട്രെയിനിങ് പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെയാണ് ഈ സൂര്യാഘാതമേറ്റ് ബിനീഷ് കുഴഞ്ഞു വീഴുന്നത്. അതിൽ ഒരുപാട് മലയാളികൾ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു പ്രത്യേക പരിശീലന പരിപാടിയായിരുന്നു. 1400 അംഗ പോലീസ് സംഘത്തിൽ ബിനീഷ് ഉൾപ്പെടെ 12 മലയാളി പോലീസ് കേഡറ്റുമാർ ഈ പരിശീലനത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഇന്നലെയായിരുന്നു ഒരു സൂര്യാഘാതമേറ്റ് തലകറങ്ങി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ശേഷം അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ബിനീഷിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ബിനീഷിന്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ ഇപ്പോൾ 49.9 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില എന്ന് പറയുന്നത്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ കടുത്ത ചൂടിൽ ഒരു മലയാളി മരിച്ചു എന്നുള്ള ഒരു ദുഃഖകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് പങ്കുവയ്ക്കാനുള്ളത്. ബിനീഷിന്റെ സ്വദേശത്തേക്ക് ഇന്ന് വൈകുന്നേരത്തോടു കൂടി മൃതദേഹം എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരി മേഘ്ന, കടുത്ത ചൂടിൽ ഡൽഹിയിൽ മലയാളി പോലീസുകാരൻ സൂര്യാഘാതമേറ്റു മരിച്ചു. കോഴിക്കോട് വടകര സ്വദേശി കെ ബിനേഷാണ് മരിച്ചത്. വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് മേഘ്ന ഇപ്പോൾ പങ്കുവച്ചത്.